ഇന്നത്തെ നമ്മുടെ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ആ മരച്ചില്ലയുടെ ഇടയിൽ കൂടെ ഒരാൾ ഇങ്ങനെ ചാടി വരുന്നത് കാണാമോ? ആ ചങ്ങാതി തന്നെയാണ് അണ്ണൻ. നല്ല ഗ്രേ കളറുള്ള കാണാൻ ഭംഗിയുള്ള നമുക്കടെ അണ്ണൻ. പക്ഷേ ഈ അണ്ണനെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങാതി നമ്മളെപ്പോലെ വന്നു കയറിയ ഒരു അതിഥിയാണിവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് ഞാൻ കടന്നാലോ. നമ്മൾ ഈ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് കാണാനിരിക്കുന്ന ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഇങ്ങേരൊരു ബ്രിട്ടൻ സ്വദേശിയല്ല. 1800-കളിൽ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന അണ്ണാനകളുടെ വംശത്തിൽപ്പെട്ടതാണിത്. നല്ല ചാര നിറമുള്ള വാലും കാണാൻ നല്ല ഭംഗിയുള്ള നമുക്കടെ ഗ്രേ കളറുള്ള അണ്ണാനാണിത്. ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ, ഇവർക്ക് ഈ രാജ്യത്ത് അണ്ണാൻ ഉണ്ടായിരുന്നില്ലേ എന്ന്? ഉണ്ടായിരുന്നു. അതാണ് റെഡ് സ്ക്വിറൽ. ദാ ഈ കാണുന്ന കൊച്ചു സുന്ദരൻ, ചെമ്പ് നിറത്തിൽ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഒരു കാലത്ത് ബ്രിട്ടൻ്റെ വനപ്രദേശം മുഴുവൻ ഇവരുടെ കയ്യിലായിരുന്നു. പക്ഷേ ഇന്നുണ്ടല്ലോ, മഷിയിട്ട് നോക്കിയാൽ പോലും ഇവരെ കാണത്തില്ല. കാരണം എന്താണെന്നോ? ഒരു യുദ്ധം സംഭവിച്ചു. ആരൊക്കെ തമ്മിൽ? ദാ ഇവർ രണ്ടുപേരും തമ്മിലായിട്ട്. ഇവരുടെ വഴക്കിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഭക്ഷണമായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഭക്ഷണമായിരുന്നു. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ ഗ്രേ സ്ക്വിറലിന് എല്ലാ കാര്യങ്ങളുമായിട്ട് പുതിയതായിട്ട് വളരെ വേഗം അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് നഗരവും ഗ്രാമവും എല്ലാം അവർ വളരെ വേഗം കൈകടക്കാനായിട്ട് സാധിച്ചു. പിന്നെ മൂന്നാമതായിട്ട് ഇവർക്ക് പ്രജനന ശേഷി കൂടുതലായിരുന്നു. അതായത് വളരെ വേഗം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ജനസംഖ്യ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഭൂരിഭാഗവും കൈയടക്കുമല്ലോ. ആ സെയിം സംഭവം തന്നെ ഇവിടെയും സംഭവിച്ചു. പിന്നെ ഇതൊന്നും കൂടാതെ എന്ത് സംഭവിച്ചു എന്നോ, നമുക്കിടെ ഈ ഗ്രേ സ്ക്വിറലുകൾക്ക് ഒരു വൈറസ് ഉണ്ട്, പോക്സ് വൈറസ്. അതായത് നമുക്കിടെ ഈ റെഡ് സ്ക്വിറലുമായിട്ട് പോയി വഴക്കുണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്തോ ഒക്കെ എന്ത് സംഭവിച്ചു? ഇത് റെഡ് സ്ക്വിറലുമായിട്ട് സ്പ്രെഡ് ആവുകയും അപ്പോൾ എന്ത് ആണ്, റെഡ് സ്ക്വിറലുകൾക്ക് പ്രതിരോധന ശേഷി ഇല്ലാത്ത കൊണ്ട് അതിന് വേഗം അസുഖം വന്ന് അത് വേഗം ചത്തുപോകാനുള്ള സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് എന്ത് സംഭവിച്ചു? റെഡ് സ്ക്വിറലുകൾക്ക് വംശനാശം സംഭവിച്ചു. അതിനെ വളരെ വിരളമായിട്ട് തന്നെ ഇപ്പോൾ കാണത്തുള്ളൂ. വളരെ വിരളമായിട്ട് തന്നെയും കാണുന്നില്ല എങ്കിലും നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാം, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ, ഇതെല്ലാം നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം.